ഹലോ ഫാമിലി. ഈ ഓടി നടക്കുന്ന ആശാനെ നമുക്ക് കൊന്ന് കറി വെക്കണം. ഇതിനു മുമ്പില്ലേ, കുറേ നാൾ മുമ്പ് ഇങ്ങനെ ജീവനോടുള്ള ഇതിനെ മഡ് ക്രാബ് എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് മറ്റേ നീലക്കാലുള്ള ഞണ്ടുണ്ടല്ലോ, നോർമലി വാങ്ങിക്കുന്നത്, അതെനിക്ക് നന്നായിട്ട് നന്നാക്കാനും അറിയാം. അത് നന്നാക്കണ സമയത്ത്, കൊലപാതകം ചെയ്യുന്ന സമയത്ത് സങ്കടവും വരത്തില്ല. പക്ഷെ ഇതുങ്ങളെ നമ്മൾ ചെയ്യുമ്പോൾ തിളച്ച വെള്ളത്തിലിട്ട് പൂച്ച വരെ ഓടിക്കളഞ്ഞ് അപകടമാണെന്ന് തോന്നിയപ്പോൾ അപ്പൊ പറഞ്ഞു വന്നത്, ഇതിന് അത്യാവശ്യം തിളച്ച് വരുന്ന വെള്ളത്തിലിട്ട് കൊന്നിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ നല്ല കടി കൊള്ളും. അന്നാമ്മക്കൊക്കെ ഇതൊക്കെ ഒരു കാഴ്ച തന്നെയുണ്ട്. അന്നാമ്മ ഒന്ന് തോണ്ടി ജിക്കിയൊക്കെ നോക്കണ്ടായിരുന്നു. അപ്പോൾ പുറത്തത്തെ അടുക്കളയിലായിരുന്നു ഞാൻ. അവിടെ കറണ്ട് പോയപ്പോഴേക്ക് അകത്ത് കൊണ്ടുവന്നു. വെള്ളം ഇങ്ങനെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോൾ ഇതുങ്ങളെയൊക്കെ വെള്ളത്തിൽ വാരിയിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളിയും സവാളയും ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാൻ കരുതി. കുറച്ചധികം ഉള്ളി, ഒരു സവാള, ഒരു തക്കാളി, 1-2 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെയാണ് വേണ്ടത്. വെള്ളം വരാൻ തുടങ്ങിയപ്പോൾ ഇതുങ്ങൾ അങ്ങ് പൊക്കിയിട്ട് സൂക്ഷിച്ചും കണ്ടും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ കടി കിട്ടിയ ഒരു സുഖം ഉണ്ടാവില്ല. ഓൾറെഡി കൈ മുറിഞ്ഞിരിക്കുവാണ്. അപ്പോൾ എനിക്കിങ്ങനെ ജീവനോടെ ഇതുങ്ങളെ തിളച്ച വെള്ളത്തിലിടുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു ബുദ്ധിമുട്ട്. പിന്നെ ഇങ്ങനെ സമാധാനിച്ച്, മനുഷ്യർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ദൈവം സൃഷ്ടിച്ചതല്ലേ എന്നൊക്കെ കരുതും. പിന്നെ ഉള്ളിൽ കുറേ ചോദ്യങ്ങൾ വന്ന്, ദൈവം എന്തിനാണെന്നാവോ ജീവനുള്ളവരെ തന്നെ കൊന്നു തിന്നാൻ വേണ്ടി സൃഷ്ടിച്ചെന്നൊക്കെ ആലോചിച്ചിട്ടാ. അങ്ങനെ ഇവരിട്ട് കഴിഞ്ഞ 1-2 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഏകദേശം പടമായി കഴിഞ്ഞാൽ പിന്നെ അവരങ്ങനെ എടുക്കുക. അവിടെ എടുത്തിട്ട് തണുത്ത വെള്ളത്തിലേക്ക്, നിറച്ചുള്ളൊരു തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യണത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് ഈ നൂലും ഇതൊക്കെ കെട്ടിവെച്ചതൊക്കെ കളയാന്നിട്ട് ഈ പുറമേയുള്ളൊരു സാധനം കളയാന്നിട്ട് അവിടെ കറുത്തിരിക്കണതൊക്കെ കണ്ടോ, ആ ചെളികളെല്ലാം നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. കാരണം ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കഴുകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സംഭവമാണ് ഞണ്ട്. ആ കറുത്ത പോലത്തെ സാധനമൊക്കെ നന്നായിട്ട് വെള്ളത്തിലിട്ട് കളയണം. പിന്നെ ഈ സൈഡിലത്തെ കുറേ 3-4-8 കാലം കണ്ടുണ്ട്, അതൊക്കെ ഒന്നും എടുക്കാറില്ല കേട്ടോ. ഞാൻ എടുക്കുന്നവരുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ സൈഡിലെ സാധനങ്ങളൊക്കെ പറിച്ച് കളയുക. എന്നിട്ട് ഇവിടെ ഒന്ന് പൊട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കൈ കൊണ്ട് തന്നെ പറിച്ചെടുക്കാം. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ മറ്റേ ഞണ്ടുകളും ക്ലീൻ ചെയ്യണത്. എനിക്കൊരു ഡൗട്ടുള്ളത്, അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ കേട്ടോ. ഈ സൈഡിലെ സാധനങ്ങളൊക്കെ കളയണം. കത്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചോ കളയാം. സൈഡിലുള്ള പൊങ്ങിയിരിക്കുന്ന വാലും കുന്തവും ഇതൊക്കെ കളയാട്ടോ. എന്നിട്ട് നന്നായിട്ട് ആ വെള്ളത്തിൽ തന്നെ കഴുകിയിട്ട്, ചെറിയതാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യണ്ട, അങ്ങനെ തന്നെ നമ്മൾ കറി വെക്കാൻ പോകുന്ന ചട്ടിയിലേക്ക് ഇടാം. ഇതിൻ്റെ ഉള്ളിൽ ഈ മഞ്ഞക്കളറുള്ള സാധനം പൊന്നെന്നാണ് പറയുന്നത്. പൊന്ന് ഗോൾഡ് എന്നാണെന്ന് പറയുന്നത്. അത് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. കാരണം അതിൻ്റെ ഉള്ളിൽ വേറെ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ എടുക്കുമോ എന്ന് എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ. കംപ്ലീറ്റ് എടുക്കാം, കയ്പൊന്നും വരില്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തന്നെ. അപ്പോൾ രണ്ടാമത്തത് ഞാൻ എടുത്തു. ഇങ്ങനെ തന്നെ ക്ലീൻ ചെയ്യുക. ഈ സൈഡിലൊക്കെ കറുത്തിരിക്കണതൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ ഇതാക്കി കളയണം. കാരണം ചില ഞണ്ടുകളിലൊക്കെ നമ്മളിപ്പോൾ ഇത് പുഴുങ്ങിയത്, അല്ലാത്ത ഞണ്ടിലൊക്കെ മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം കഴുകാൻ പറ്റുന്നൊരു ജീവിയല്ല ഈ ഞണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഞണ്ടും കാര്യങ്ങളൊക്കെ അലർജി ഉള്ളവരൊക്കെ ഇതാണ് പൊന്ന് ഗോൾഡ്, ആ മഞ്ഞ കളറിലെ. ഞാനത് മാത്രം ഒരു സൈഡിൽ നിന്ന് ഇത്തിരി എടുത്തോളൂ കേട്ടോ. ബാക്കി എടുക്കാൻ എനിക്ക് പേടിയായി. വല്ല ഇത് കംപ്ലീറ്റ് എടുക്കുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഈ കറുത്ത സാധനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ വല്ല കയ്പ് വരുമോ അറിയില്ല. പറയാൻ വന്നത്, അലർജി ഉള്ള ആൾക്കാരൊക്കെ കുറച്ചൊക്കെ ശ്രദ്ധിച്ചൊക്കെ കഴിക്കണോണ്ട്. ഇപ്പം ഞണ്ടും ചെമ്മീനൊക്കെ കൂടുതൽ അലർജിക്ക് ആവുന്നുണ്ടെന്ന് ന്യൂസുകളിലൊക്കെ കാണുന്നുണ്ട്. അപ്പം ഞാനിത് കറി വെച്ചപ്പോൾ കുറച്ച് വെളുത്തുള്ളിയൊക്കെ, ടേസ്റ്റ് ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല, ഇത്തിരി വെളുത്തുള്ളിയൊക്കെ ഇത്തിരി കൂടുതലിട്ട് കറി വെക്കുക. പിന്നെ സാധാരണ വേവിനേക്കാളും കുറച്ചുകൂടിയൊക്കെ, സാധാരണ ഞണ്ട് ചെമ്മീനൊക്കെ ശരിക്കും വലിയ ഇത് പറയുന്നത് 3 മിനിറ്റൊക്കെ മതി എന്നാണ് പറയുന്നത്. ഞണ്ടല്ല കേട്ടോ, ചെമ്മീൻ. പിന്നെ അതിൻ്റെ കാലൊക്കെ ചെറുതായിട്ട് അറ്റത്ത് കോക്കാച്ചിനെ പോലെ പിടിക്കാൻ തന്ന സാധനമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഒന്ന് പൊട്ടിച്ചിടണം കേട്ടോ. ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് ഞാൻ കറി വെക്കുന്നതാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ഒരുമിച്ച് ഈ ചട്ടിയിലേക്ക്, മൺചട്ടിയാണ് നല്ലത്. മൺചട്ടി എന്തോ പൂപ്പലൊക്കെ പിടിച്ചിരിക്കേണ്ട, അതൊക്കെ കഴുകിയെടുക്കാൻ എനിക്ക് മടിയാണ്. അപ്പോൾ ഇതിലേക്ക് തന്നെ എന്നിട്ട് എല്ലാ സാധനങ്ങളും കൂടി ഈ ഞണ്ടിലേക്ക് ഇടുക. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, നമ്മൾ ആ ക്ലീൻ ചെയ്ത് ഞണ്ടിലേക്ക് ഇടുക കേട്ടോ. ചിലവരൊക്കെ ഈ കാലൊക്കെ പൊട്ടിച്ച മാംസം മാത്രമൊക്കെ എടുക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്നവരെടുക്കാം. പണ്ടൊക്കെ കുറേ ഞണ്ടൊക്കെ കിട്ടുന്ന സമയത്ത് മാംസം മാത്രം നമ്മളിങ്ങനെ എടുത്ത് ചെയ്യും. ഓക്കെ, ഇത്രയും സാധനങ്ങൾ അതിലേക്ക് വെക്കുക കേട്ടോ. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇടണം, ഗരം മസാലപ്പൊടി ഇടണം. ഓരോ സ്പൂണാണ് ഞാൻ ഇടണം കേട്ടോ. പിന്നെ ഇടേണ്ടത് എരിവുള്ള മുളക് പൊടി 1 സ്പൂൺ ഇടണം. 1 സ്പൂൺ കുരുമുളക് പൊടി. ഞാൻ ഇതിലാകെ ഇറച്ചി മസാല ഇല്ലേ 1 സ്പൂൺ ഇട്ടായിരുന്നു കേട്ടോ. പിന്നെ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതും 1 സ്പൂൺ ഇടാം. ഇതിലെല്ലാ പൊടികളും ഇടുന്നുണ്ട്. പക്ഷെ ഇതിൽ ഞാൻ എല്ലാം ഓരോ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. കാരണം
ഇത് ഒരുപാട് മസാല ആയിക്കഴിഞ്ഞാൽ ഒരു ഫ്ലേവർ പോയി പോവും, മനസ്സിലായോ? അപ്പോൾ എല്ലാ പൊടികളും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, 2 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. കാരണം എല്ലാ മസാലയുടെ എരിവ് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഉപ്പിടുക, വെളിച്ചെണ്ണയിൽ വേണം ഇത് ചെയ്യാൻ, വെളിച്ചെണ്ണ ഇടുക. ഈ ഒരു കറി വെക്കുമ്പോഴില്ല ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കപ്പ ഇടണം, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇടണം, അല്ല പച്ചക്കായ ഇടണം എന്നൊക്കെ ഉണ്ടെങ്കിലില്ലേ ഇതെല്ലാം ഇളക്കി കഴിയുമ്പോൾ അതിൻ്റെ മേളിൽ കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ കുഴഞ്ഞു പോകത്തുമില്ല, കറക്റ്റ് ഇതിൻ്റെ കൂടെ മിക്സിങ് ആയിട്ട് നമുക്ക് ഒരു ഞണ്ടിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. എനിക്ക് കൂടുതൽ ഇഷ്ടം മഡ് ക്രാബ് അല്ല, മറ്റേ നീലക്കാലുള്ള ഞണ്ടില്ലേ നമ്മൾ സാധാരണ പുഴുങ്ങാതെ ശരിയാക്കുന്ന ഞണ്ടാണ് എനിക്ക് ഇഷ്ടം കേട്ടോ കൂടുതലും. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്യുക, എന്നിട്ട് വേണം ഗ്യാസ് കത്തിച്ച് വെക്കാൻ. ആദ്യം നമ്മൾ വേവിക്കുമ്പോഴേ ഒന്ന് തിളച്ച് കൂടിയ തീയിൽ തിളച്ച് വരുമ്പോൾ വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കണം. വെള്ളം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നോക്കുക കേട്ടോ. നമ്മളൊന്ന് തീ കൂട്ടിയിട്ട് ഒരു തിള വരുമ്പോഴേക്കും വെള്ളം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം വരുന്ന ഞണ്ടൊക്കെ ഉണ്ടാവും ചിലത്, അതാണെങ്കിൽ ആ വെള്ളം തന്നെ മതി. ഒരു 10 to 12 മിനിറ്റ് കൊണ്ട് കുറഞ്ഞ തീയിൽ ഇത് വേവും കേട്ടോ. കാരണം അത്രയും നേരമൊന്നും വേണ്ടെന്നൊക്കെ പറയും ആൾക്കാർ, പക്ഷേ ഇപ്പം ഈ അലർജിയും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്, ഒന്ന് വേവിക്കണം നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളം വേണ്ടി വന്നിട്ട് ഇതിന്. അപ്പോൾ ഇതങ്ങ് വെച്ച് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ വേണം വേവിക്കാൻ കേട്ടോ. അപ്പോൾ അലർജിയൊക്കെ ഉള്ളവർ റിസ്ക് എടുക്കണ്ടെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ പറമ്പിലുണ്ടല്ലോടാ കുറേ കറിവേപ്പില നിൽക്കുന്നുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ അവിടെ മരുന്നും ഇതൊന്നും മന്ത്രമൊന്നും നമ്മൾ ചെയ്യില്ലല്ലോ. അപ്പോൾ ആവശ്യത്തിലധികം കറിവേപ്പില അങ്ങ് ഇട്ടോളുക ഇറക്കാൻ നേരത്ത്. വേണമെങ്കിൽ ഇവർക്ക് ഈ തേങ്ങാക്കൊത്തൊക്കെ വേണമെങ്കിൽ നമ്മൾ സവാളയൊക്കെ ഇടണ സമയത്ത് ഇടാം കേട്ടോ. അല്ലെങ്കിൽ ഇത് ഇറക്കണ സമയത്ത് സെപ്പറേറ്റ് വറുത്ത് വേണമെങ്കിൽ ഇടാം. ഈ പാത്രവും ചട്ടിയും പാത്രവും കാര്യങ്ങളൊക്കെ ഞാൻ ടാഗ് ചെയ്തേക്കാം. അടിപൊളി പാത്രങ്ങളാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടാ. ഇപ്പം അടുത്ത കാലത്തുള്ള വീഡിയോസിൽ മിക്കവാറും ഈ പാത്രങ്ങളേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ ടാഗ് ചെയ്തിട്ടേക്കാം കേട്ടോ. അടിപൊളിയായിരുന്നു. പക്ഷേ മറ്റേ ഞണ്ടിനെ